എൻ്റെ പേര് സത്യശീലൻ. ഞാൻ ഈ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഈ അമ്പലം ഇവിടെ വന്നിട്ട് എന്താ ഓർമ്മ വെച്ചാണെങ്കിൽ രണ്ടാമത് പുനരുദ്ധാരണം നടത്തുന്നത് 64. അതിനുശേഷം ഞാൻ ഇവിടുത്തെ കിഴിച്ചാന്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ ഭരണക്കാർ രണ്ടാമത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞത് ഇവിടെയുള്ള പ്രായമായ ആൾക്കാർ സ്വപ്നങ്ങൾ കണ്ടുന്നവരാണ്. അങ്ങനെയാണ് ഈ ക്ഷേത്രം രണ്ടാമത് വരാനുള്ള കാരണം. ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് 4 മൂല ഉണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പഴയ ഒരു തറവാട്ടുകാരുണ്ടായിരുന്നു. അവർ ഈ വടക്കേ വീട്ടിൽ ഈ അടുത്ത പറമ്പിലാണ് താമസിച്ചിരുന്നത്. അവർ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോയി കളഞ്ഞു. എന്നാൽ ഇപ്പോൾ അവർ കോടീശ്വരന്മാരാണ്. ഈ അമ്പലത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർക്ക് അനുഭവങ്ങളുണ്ട്. അതേമാതിരി നാട്ടുകാർക്കും പല ഉപകാരങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുന്നു കിഴിച്ചാന്തിയായിരിക്കുന്ന സമയത്ത്. അതിനുശേഷമാണ് ജോലി കിട്ടി. പിന്നെ 20 കൊല്ലം ജോലി കഴിഞ്ഞ് വന്നിട്ടും ഈ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ചന്ദ്രസേൻ ആണ് എൻ്റെ മെയിൻ ആൾ. ഈരെഴുത്ത് ചന്ദ്രസേൻ എന്ന് പറയും. ഇവിടുത്തെ പ്രതിഷ്ഠ മുഴുക്കൻ തന്നിരിക്കുന്നത് ചന്ദ്രസേന. അതായത് കന്യാകുമാരി എന്നാണ് അത് കൊണ്ടുവന്നത്. ഇവിടുത്തെ ഈ ഇതനുസരിച്ചിട്ട് അളവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് കൊണ്ടുവന്നാക്കണത് അവിടെ നിന്നാണ്. കൊണ്ടുവന്ന വഴിയിൽ വണ്ടി ഓഫ് റോഡായി. പിന്നെ രണ്ടാമത് വണ്ടി തിരുവനന്തപുരത്തേക്ക് വിളിച്ച് അവിടെ നിന്ന് വണ്ടി വന്നതിന് ശേഷമാണ് ആ ലോഡും കയറ്റി പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ അമ്പലം കൊണ്ട് നാട്ടുകാർക്കായിട്ടും മറ്റുള്ള ഇവിടെ എന്ത് വന്ന് വഴിപാട് നടത്തുന്നു അവന് എന്തെങ്കിലും ഗുണത്തിലെത്തിയിട്ടുള്ളൂ. വിളിച്ചാൽ വിളിപ്പുറത്തുള്ളതാണ് അമ്മ. ഇവിടെ ഞാൻ 20 കൊല്ലം സർവീസ് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് തിരികെ എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് ജോലി തിരികെ കിട്ടിയിരുന്നു. അത് എൻ്റെ അമ്മയുടെ വിശ്വാസം. ഞാൻ എപ്പോഴും കാലത്ത് ഇവിടെ വരാണ്ട് ഒരിടത്തും പോകില്ല. ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതേമാതിരി ഇവിടെ നടക്കുന്ന എല്ലാ വഴിപാടിലും എൻ്റെ പേരുണ്ടാവും. ഇവിടെ ഓഫീസിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും എൻ്റെ പേരുണ്ടാവുകയാണ്. കാശ് അപ്പം റെഡി കൊടുത്തിരിക്കും. അല്ലാണ്ട് കടം എന്നുള്ള ഇതില്ല. അപ്പോൾ എൻ്റെ കൂടെ ആദ്യമൊക്കെ ഭരണസമിതിക്ക് പറഞ്ഞാൽ ഈ നിൽക്കുന്ന മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴായിട്ടും ഖജാൻജിയായിട്ടും പ്രസിഡൻ്റായിട്ടും ഇതൊക്കെ ഞാൻ. ഇപ്പോൾ ഈ കൊടിമരം വന്നിട്ട് ഇപ്പോൾ ഒരു 8 കൊല്ലം 9 കൊല്ലം അല്ലേ, 9 പേര്. അത് എൻ്റെ നേതൃത്വത്തിലാണ് കൊടിമരം വന്നാക്കുന്നത്. അതും ഈ ചന്ദ്രസേൻ്റെ ഒരു തറവാട്ടിൽപ്പെട്ട ആളാണ്. അങ്ങനെ നാട്ടുകാർക്ക് പൊതുവെ ഉയർച്ചയാണുള്ളത്. പിന്നെ വർഷം 41 ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി. ഈ 41 എന്ന് പറഞ്ഞാൽ 2 വടക്ക് തെക്ക് ഭാഗം ചേരുവരക്കാര. ഈ ചേരുവരക്കാർ ഭയങ്കര കോമ്പറ്റീഷനാണ്. അത് അരമന്നെ ഒരു വശം 100 പേരുണ്ടെങ്കിൽ അങ്ങാശം 150 ഉണ്ടാകും. അങ്ങനെ അതേമാതിരി പല കാഴ്ചകളായിട്ടും പല ഉത്സവ പറമ്പിൽ നടക്കുന്ന എല്ലാ കാഴ്ചകളായിട്ടും വരും. അത്ര ഇപ്പോഴും ഈ കഴിഞ്ഞ ഈ ഡിസംബറിൽ നടന്നതാണത്. അത്ര ഡീസൻ്റായിട്ട് നടക്കുന്നതാണ്. അമ്പലം തുടങ്ങിയതിന് ശേഷം എല്ലാ വർഷവും പിടിയേരി വാരണമെന്നൊരു ഈ പ്രശ്നം സംബന്ധമായിട്ട് ഇതിൽ പറഞ്ഞിരുന്നു. ആ പിടിയേരി വാരിയാണ് ഈ ക്ഷേത്രം ഇത്ര വലുതാക്കാനുള്ള കാരണം. അത് ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ച ഒരാൾ എല്ലാ കുടുംബത്തിലും പോകും. പറ്റില്ല അടുത്ത ഞായറാഴ്ച എല്ലാ കുടുംബത്തിലും പോയി പിടിയേരി അവർ എന്താണെന്ന് തരണം അത് മേടിച്ചിട്ട് വരും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ ഈ ക്ഷേത്രം ഇത്രയും പോരാനുള്ള കാരണം. ഇന്നും പിടിയേരിയില്ല, ഞങ്ങൾ ഊരി ചുറ്റാൻ പോകും. ഉത്സവം 41 ദിവസം എടുത്തതിന് ശേഷം ഡിസംബർ 20, 23, 24 ദിവസങ്ങളിൽ ഊരി ചുറ്റാൻ പോകും. ഈ ഊര് കംപ്ലീറ്റ് ചുറ്റും ചെണ്ടയും കാര്യങ്ങളും മാർക്കുമായിട്ട് പോയി അവർ തരുന്ന വഴിപാട് ഞങ്ങൾ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവരും. അവരുടെ വീട്ടിൽ ചെല്ലുന്ന എന്താണ് അവർ തരുന്നത് അത് മേടിച്ചിട്ട് വരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളിത് വളർത്തി കൊണ്ടുവന്നാക്കണം. എൻ്റെ പേര് പ്രേംശാന്തി. ഞാൻ ചെറായിലാണ് വീട്. ഞാനിവിടെ ഒരു 5 വർഷമായിട്ട് ക്ഷേത്ര മേൽശാന്തിയായിട്ട് ദേവിനെ സേവിച്ച് വരികയാണ്. ഈ ക്ഷേത്രത്തിലെ കുംഭമാസത്തിലെ മകനക്ഷത്രമാണ് ഇവിടെ പ്രതിഷ്ഠാദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ആ നക്ഷത്രം തന്നെയാണ് നമ്മളിവിടെ ആറാട്ട് മഹോത്സവമായിട്ട് 7 ദിവസത്തെ ഉത്സവമായിട്ട് കൊണ്ടാടുന്നത്. ഇവിടുത്തെ വിശേഷ വഴിപാടെന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിലെയും ആ മകനക്ഷത്രത്തിൽ ദേവിക്ക് വിശേഷാൽ പൂജ, കലശാഭിഷേകം,
പിന്നെ അന്നദാനം മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തപ്പെടുന്നുണ്ട്. സർവ്വ ഐശ്വര്യത്തോടു കൂടിയും എല്ലാ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ആണ് ഇവിടുത്തെ ദേവി വാണരുളുന്നത്. ദേവിയുടെ അനുഗ്രഹങ്ങൾ ഇവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും, ഈ ദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹങ്ങളും അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ട്. ഇവിടെ എല്ലാ ദിവസവും വിശേഷം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ രാവിലെ തുടങ്ങി ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് നാമജപങ്ങളായിട്ടും അർച്ചനകളായിട്ടൊക്കെ ഇവിടെ കഴിയുന്നുണ്ട്. പിന്നെ എല്ലാ മാസത്തിലും മകനക്ഷത്രം വിശേഷാലായിട്ട് നമ്മളിവിടെ അർച്ചനയോടുകൂടിയൊക്കെ ആചരിച്ചു വരുന്ന അന്നത്തെ ദിവസം ചെറിയ രീതിയിൽ അന്നദാനങ്ങൾ, പിന്നെ ഇവിടെ സർപ്പങ്ങൾക്ക് വിശേഷാൽ വഴിപാടുകൾ, എല്ലാ മാസത്തിലും ആയില്യം നാളിൽ ആയില്യം പൂജയും, കന്നിമാസത്തിൽ വിശേഷാൽ സർപ്പബലിയും പിന്നെ നൂറുമ്പാലും ഒക്കെ നടത്തുന്നുണ്ട്. ഇവിടെ ഭാവം ഖഡ്ഗം കപാലം ത്രിശ്യം ചകേടം എന്നുള്ളൊരു ധ്യാനമാണ്. അപ്പോൾ വാള്, പരിച, തൃശൂലം, പാനപാത്രത്തോട് ഇടിക്കുന്നൊരു ദേവിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നൊരു ഭാവവും അതേ സമയത്ത് ഭക്തർക്കുള്ള എല്ലാ ദോഷങ്ങളും തീരാനുള്ള രീതിയിലുള്ള ഖഡ്ഗം കപാലം, വാള്, പരിചയോടുകൂടിയൊക്കെ എല്ലാ സംഹാരിണി എന്നുള്ളൊരു സങ്കല്പം, ദുഷ്ടസംഹാരിണി എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തർക്ക് വന്നു ചേർന്നിരിക്കുന്ന ആപത്തുകളും ദുരിതങ്ങളും ഒഴിവാക്കാനുള്ളൊരു ഭാവത്തോടു കൂടിയാണ്, മറ്റുള്ളൊരു രീതിയിലല്ല. അപ്പം അങ്ങനെ ഒരു ശത്രു സംഹാരിണിയായിട്ടും അഭയവരദായിനിയായിട്ടൊക്കെ ഇവിടെ രൂപം എന്ന് പറഞ്ഞാൽ വരദാഭയ മുദ്രയോടുകൂടിയൊക്കെ ഇരിക്കുന്നൊരു ഭാവം കൂടിയാണ്. അപ്പോൾ ഭക്തർക്ക് അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞ് അഭയവരതയായിരിക്കുന്നതായിട്ടുള്ളൊരു ദേവിയുടെ ഒരു ഭാവം തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും. ഈ അമ്പലത്തിൻ്റെ തന്ത്രി കുടുംബം ഏതാണ്? തന്ത്രികുടുംബം ഇവിടെ ചെറായിലുള്ള പുരുഷോത്തമൻ തന്ത്രി, കൊല്ലങ്കോട്ട് തന്ത്രിയുടേതായിട്ടുള്ള ഇപ്പോൾ പരമ്പരകളാണ് ഇവിടെ കുടിയേറ്റം തന്ത്രസ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.